പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ ആത്മനമസ്തേ. ഇന്ന് നമുക്ക് യോഗശാസ്ത്രം ഒരു വ്യക്തിയെ പരിപൂർണമായി എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. കാരണം കുണ്ടലിനി യോഗത്തിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് ഒരു വ്യക്തിയെ കുണ്ടലിനി യോഗം എങ്ങനെയാണ് പരിപൂർണമായി മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിയിൽ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് യോഗശാസ്ത്രം ഒരു വ്യക്തിയെ പരിപൂർണമായി മനസ്സിലാക്കുന്നത് പഞ്ചകോശങ്ങളിലൂടെയാണ്. പഞ്ചകോശങ്ങൾ എന്ന് പറഞ്ഞാൽ 5 ലെയേഴ്സിലൂടെയാണ്. അതായത് നമ്മുടെ സ്ഥൂലാവസ്ഥയിലിരിക്കുന്ന നമ്മുടെ ഈ ഫിസിക്കൽ ബോഡി, അതായത് നമ്മുടെ അന്നമയ കോശം, അതുപോലെ തന്നെ അന്നമയ കോശത്തെ പ്രവർത്തിപ്പിക്കുന്ന നമ്മുടെ പ്രാണമയ കോശം, ആ പ്രാണമയ കോശത്തിൻ്റെയും സൂക്ഷ്മമായിരിക്കുന്ന നമ്മുടെ മനോമയ കോശം, അതിലും സൂക്ഷ്മമായി നമ്മുടെ ഉള്ളിൽ വിജ്ഞാനമായി നിറഞ്ഞിരിക്കുന്ന, ജ്ഞാനമായി നിറഞ്ഞിരിക്കുന്ന വിജ്ഞാനമയ കോശം, അതിലും സൂക്ഷ്മമായിട്ടിരിക്കുന്ന നമ്മളുടെ ആനന്ദമയ കോശം. അപ്പോൾ ആനന്ദമയ കോശം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആത്മാവ് തന്നെയാണ്, അല്ലെങ്കിൽ ആത്മബോധം തന്നെയാണ്. അപ്പോൾ ആത്മബോധം കുറച്ചുകൂടി വികാസം പ്രാപിച്ച് അവിടെ വിജ്ഞാനമായി മാറി, അത് കുറച്ചുകൂടി വികാസം പ്രാപിച്ച് നമ്മുടെ മനസ്സായി, ചിന്തകളായി, ബുദ്ധിയായി മാറി. അവിടെ നിന്ന് അത് വീണ്ടും വികാസം പ്രാപിച്ചപ്പോൾ ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കാനുള്ള എനർജിയായി മാറിക്കൊണ്ട് അത് പ്രാണമയ കോശമായി മാറി. അവിടെ നിന്ന് അത് ശരീരമായി, ഭൂമി തത്വത്തിൽ ശരീരമായി മാറിക്കൊണ്ട് അത് അന്നമയ കോശമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കുണ്ടലിനി യോഗത്തിലൊക്കെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ആത്യന്തികമായി വർക്ക് ചെയ്യാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ അന്നമയ കോശത്തിലാണ്. അപ്പോൾ അന്നമയ കോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉണ്ടാവുകയും പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിലനിൽക്കുകയും പഞ്ചഭൂതങ്ങളിലേക്ക് തിരോഭവിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിയാണ്. അപ്പോൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി തുടങ്ങിയ 5 എലമെൻസ് ആണ്. അപ്പോൾ ഈ 5 എലമെൻസ് വിവിധ രീതിയിൽ സംയോജിച്ചുകൊണ്ട് സപ്തധാതുക്കളായി മാറിയിട്ടാണ് നമ്മുടെ ശരീരം ഉണ്ടായിരിക്കുന്നത്. സപ്തധാതുക്കൾ എന്ന് പറഞ്ഞാൽ രക്തം, അസ്ഥി, മജ്ജ, മാംസം, രേതസ്, മേധസ്, രസം തുടങ്ങിയ ധാതുക്കളാണ്. അപ്പോൾ ഈ 7 ധാതുക്കളിലൂടെയാണ് ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നോക്കുന്ന സമയത്ത് അന്നം കൊണ്ടുണ്ടായതും അന്നം കൊണ്ട് നിലനിൽക്കുന്നതും അന്നത്തിലേക്ക് തിരോഭവിക്കുന്നതുമായ നമ്മുടെ ഈ കോശത്തെയാണ് അന്നമയ കോശം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ അന്നമയ കോശത്തിൽ ഇരുന്നുകൊണ്ടാണ് നമുക്ക് ഈ പ്രപഞ്ചത്തെ അറിയുവാനായിട്ടും ഈ പ്രപഞ്ചത്തിലേക്ക് ഇടപെടാനായിട്ടും നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അന്നമയ കോശത്തിൽ ഇരുന്നുകൊണ്ട് പ്രപഞ്ചത്തെ അറിയുക എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിയുന്നത്. അതായത് നമ്മളുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിയുന്നത്. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ കടന്നു വരുന്ന 5 പഞ്ചതന്മാത്രകളിലൂടെയാണ് നമുക്ക് ഈ പ്രപഞ്ചത്തെ അറിയുവാനുള്ള ഏക സാധ്യത എന്ന് പറയുന്നത്. അതായത് നമുക്ക് ചുറ്റിനും ഒരുപാട് രീതിയിലുള്ള സൂക്ഷ്മമായ തന്മാത്രകളുണ്ട്. പക്ഷെ നമുക്ക് അറിയുവാൻ പറ്റുന്നത് ഈ പറഞ്ഞ 5 തന്മാത്രകളെ മാത്രമാണ്. അതായത് രൂപം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വസ്തുവിൽ പ്രകാശത്തിൽ പ്രതിഫലിച്ച് നമ്മളിലേക്ക് വരുന്ന ആ ഒരു രൂപത്തെയാണ് നമ്മൾ രൂപം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രസം, അതുപോലെ തന്നെ ശബ്ദം, അതുപോലെ തന്നെ ഗന്ധം, സ്പർശം, ഇങ്ങനെ 5 തന്മാത്രകളെയാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നമുക്ക് ചുറ്റിനും ധാരാളം റേഡിയോ തരംഗങ്ങളും അതുപോലെ തന്നെ മറ്റ് പല രീതിയിലുള്ള തരംഗങ്ങളും നമ്മുടെ ചുറ്റിനുമുണ്ട്. എന്നാൽ അങ്ങനെയുള്ള വേവ്സിനെ ഒന്നും നമുക്ക് അറിയുവാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ അതിനുള്ള സെൻസ് നമുക്ക് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ ഈ അന്നമയ കോശത്തിൽ ഇരുന്നുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പഞ്ചതന്മാത്രയാവുന്ന ഇൻഫർമേഷനെ നമ്മൾ മനസ്സിലാക്കി ആ ഇൻഫർമേഷനെ അനുസരിച്ച് കർമ്മേന്ദ്രിയങ്ങളിലൂടെ നമ്മളിവിടെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു യൂണിറ്റായിട്ട്, ഒരു ഫാക്ടറിയായിട്ടാണ് നമ്മൾ ശരിക്കും നമ്മുടെ അന്നമയ കോശത്തെ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആത്മബോധത്തിന് ഇരിക്കുവാനുള്ള ആ ഒരു വാഹനമായിട്ടാണ് നമ്മുടെ അന്നമയ കോശത്തെ നമ്മൾ കാണുന്നത്. ഇനി ഈ അന്നമയ കോശത്തിനെ പ്രവർത്തിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകുന്നത് ആണ് നമ്മുടെ പ്രാണമയ കോശം എന്ന് പറയുന്നത്. പ്രാണൻ എന്നാൽ നമ്മുടെ ശരീരത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ജീവനെ നിലനിർത്തുന്ന ആ സൂക്ഷ്മമായിട്ടുള്ള എനർജിയാണ് നമ്മൾ പ്രാണോർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ പ്രാണൻ നമ്മളിലേക്ക് കടന്നു വരുന്നത് നമ്മൾ ഓരോ പ്രാവശ്യവും എടുക്കുന്ന ശ്വാസത്തിലൂടെയാണ്. ശ്വാസത്തിലൂടെ നമ്മൾ പ്രാണനെയും നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു, അതോടൊപ്പം നമ്മൾ ഓക്സിജനെയും ഉള്ളിലേക്ക് എടുക്കുന്നു. അപ്പോൾ അങ്ങനെ ശ്വാസത്തിലൂടെ കടന്നു വരുന്ന ഓക്സിജൻ നമ്മുടെ സെല്ലുകളിലേക്ക് പോയി ആ സെല്ലുകളിൽ വന്നിടിഞ്ഞിട്ടുള്ള ഫുഡിൻ്റെ പാർട്ടിക്കിൾസിനെ ദഹിപ്പിച്ച് എനർജിയാക്കി സെല്ലുകൾക്ക് നിലനിൽക്കാനുള്ള എനർജി അവിടെ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രവർത്തനം നടക്കുന്ന കാലത്തോളം നമ്മുടെ സെല്ലുകൾ നിലനിൽക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ശരീരം നിലനിൽക്കുകയും അങ്ങനെ ആ പ്രവർത്തനം നിലച്ചു പോകുമ്പോൾ ശരീരം മരണപ്പെട്ടു പോവുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ ആ ശരീരത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന കോശമാണ്, അല്ലെങ്കിൽ ആ ഒരു ലെയറാണ് നമ്മുടെ പ്രാണമയ കോശം എന്ന് പറയുന്നത്. അപ്പോൾ ശ്വാസത്തിലൂടെ നമ്മൾ സമഷ്ടി പ്രാണനെ ഉള്ളിലേക്ക് എടുത്ത് വിഷ്ണുപ്രാണനാക്കിക്കൊണ്ട് ആ ഒരു പ്രാണനെ നമ്മൾ പഞ്ചപ്രാണന്മാരായിട്ട് അല്ലെങ്കിൽ ദശപ്രാണന്മാരായിട്ട് ഉള്ളിൽ നിലനിർത്തുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ദശപ്രാണന്മാരെന്ന് പറഞ്ഞാൽ ഒരേ പ്രാണൻ തന്നെയാണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് നമ്മളതിനെ 10 രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ മനോമയ കോശത്തിലേക്ക് വന്നാൽ, അതായത് അന്നമയ കോശത്തെ കടന്ന് പ്രാണമയ കോശത്തെ കടന്ന് മനോമയ കോശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, മനോമയ കോശം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്ന 3 തത്വങ്ങൾ ചേരുന്നതാണ്. അതായത് മനോമയ കോശം എന്ന് പറയുന്നത് നമ്മളിലേക്ക് വരുന്ന ചിന്തകളും ആ ചിന്തകളെ വിശകലനം ചെയ്യാനായിട്ട് നമ്മളിൽ അടങ്ങിയിരിക്കുന്ന നമ്മുടെ ബുദ്ധിയും, അതുപോലെ തന്നെ ആ ബുദ്ധിയിലൂടെ നമ്മളെ തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഇന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന രീതിയിലാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഒരു സത്തയാണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഇന്നതിന് നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ആ സ്ക്രിപ്റ്റുകളാണ് ആവുന്ന ആ ഒരു തത്വത്തെയാണ് നമ്മൾ അഹങ്കാര തത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 തത്വങ്ങളും കൂടെ കൂടുന്നതാണ്, അതായത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്ന 3 തത്വങ്ങളും കൂടെ കൂടുന്നതാണ് നമ്മുടെ മനോമയ കോശം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും ആ ഇൻഫർമേഷനെ മനസ്സിൽ നമ്മൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ആ മനസ്സിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകളിലുള്ള ഞാൻ എന്ന് പറയുന്ന ആ ഒരു തത്വത്തിലുള്ള ഇൻഫർമേഷനെ കൂടി വെച്ചുകൊണ്ട് അതിനെ വിശകലനം ചെയ്തതിന് ശേഷം, അതായത് ബുദ്ധി കൊണ്ട് അതിനെ വിശകലനം ചെയ്തതിന് ശേഷം ചില കാര്യങ്ങളെ നമ്മൾ വിട്ടുകളയുന്നു, ചിലതിനെ നമ്മൾ നമ്മുടെ ഓർമ്മകളാക്കി മാറ്റുന്നു, ചിലതിനെ നമ്മൾ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളുടെ കർമ്മങ്ങളാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഇനി മനസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇപ്പോൾ മനസ്സിൻ്റെ ഡിവിഷൻസ്, അതായത് ബോധമനസ്സ്, അബോധമനസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇനി മനോമയ കോശത്തെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കോശം എന്ന് പറയുന്നത് നമ്മുടെ വിജ്ഞാനമയ കോശമാണ്. അപ്പോൾ ഈ വിജ്ഞാനമയ കോശം ഈ 3 കോശങ്ങളും, അതായത് അന്നമയ കോശവും പ്രാണമയ കോശവും മനോമയ കോശവും ശരിയായ രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വിജ്ഞാനമയ കോശം നമുക്ക് ഉയർത്തിക്കൊണ്ട് വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിറയുന്ന ജ്ഞാനമാണ്, അതായത് അറിവുകളല്ല. അറിവുകളെന്ന് പറഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ നിന്നോ അല്ലെങ്കിൽ ബുക്കുകളിൽ നിന്നോ ഗുരുക്കന്മാരിൽ നിന്നോ ഒക്കെ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ, ഇൻഫർമേഷനാണ് അറിവുകൾ എന്ന് പറയുന്നത്. എന്നാൽ വിജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവ ജ്ഞാനമാണ്. അതായത് നമ്മുടെ ആത്മബോധം അനുഭവിച്ചറിയുന്ന അനുഭവ ജ്ഞാനത്തെയാണ് നമ്മൾ വിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വിജ്ഞാനമായി ശേഖരിക്കപ്പെടുന്ന കാര്യങ്ങൾ ഒരിക്കലും മാറ്റമില്ലാത്ത കാര്യങ്ങളാണ്. നമുക്കറിയാം, അറിവുകൾ എപ്പോഴും മാറുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ശാസ്ത്രീയമായ ഒരു അറിവെന്ന് പറഞ്ഞാൽ അത് നാളെ ശാസ്ത്രം അതിനെ കൂടുതൽ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത്, കൂടുതൽ ആഴത്തിൽ മറ്റൊരു കണ്ടുപിടുത്തം നടത്തുന്ന സമയത്ത് ചിലപ്പോൾ ഇന്നലെ പറഞ്ഞ കാര്യം നാളെ അത് മാറ്റി പറയാനുള്ള സാധ്യതയുണ്ട്. അതായത് മാറ്റത്തിന് വിധേയമായ കാര്യങ്ങളെയാണ് നമ്മൾ അറിവുകൾ എന്ന് പറയുന്നത്. എന്നാൽ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ മാറ്റത്തിന് വിധേയമല്ല. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഒരു റോസാപ്പൂ എടുത്ത് നമ്മൾ സ്മെല്ല് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗന്ധം ഇന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു റോസാപ്പൂവിൻ്റെ ഗന്ധം എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. അതിന് മാറ്റം ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ അനുഭവമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ അനുഭവമായി മാറുന്ന കാര്യങ്ങളെയാണ് നമ്മളിവിടെ വിജ്ഞാനമയ കോശമായിട്ട് കരുതുന്നത്. അങ്ങനെ കൂടുതൽ അനുഭവ ജ്ഞാനങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളാണ് കൂടുതൽ വിജ്ഞാനം സിദ്ധിച്ച ആളുകളായി മാറുകയും കൂടുതൽ ഉയർന്ന, അതായത് ഒരു ഹയർ എനർജി ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു ഹയർ കോൺഷ്യസ് ലെവലിലേക്ക് മാറുവാനായിട്ട് സാധിക്കുന്ന ആളുകളെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ വിജ്ഞാനമയ കോശം ഉണ്ടായി വരുന്ന ആളുകളിലാണ് അവരുടെ ആനന്ദമയ കോശം പ്രവർത്തനക്ഷമമായി തീരുന്നത്. അതായത് എല്ലാവരും ഈ ആത്മബോധത്തിൻ്റെ 4 ലെയറുകളിലാണ് ജീവിക്കുന്നത്. എങ്കിലും പലരിലും, അതായത് 99.9% ആളുകളിലും ഈ ആനന്ദമയ കോശം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ ആനന്ദമയ കോശത്തെ അറിയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ ആനന്ദമയ കോശത്തെ അറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് നമ്മുടെ ഉള്ളിലെ ഈ ആത്മാവിനെ, അല്ലെങ്കിൽ ഈ ആത്മചൈതന്യത്തെ, ആത്മബോധത്തെ അറിയുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആനന്ദമയ കോശത്തെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ അന്നമയ കോശത്തെ മറികടന്നുകൊണ്ട്, നമ്മുടെ പ്രാണമയ കോശത്തിൻ്റെ പരിമിതികളെ മറികടന്നുകൊണ്ട്, നമ്മുടെ മനോമയ കോശത്തിൻ്റെ പരിമിതികളെയും മറികടന്നുകൊണ്ട് വിജ്ഞാനമയ കോശത്തിലേക്ക് എത്തുകയും അവിടെ ആ ആത്മജ്ഞാനം ഉണ്ടായി വരികയും അങ്ങനെ ആ ആത്മജ്ഞാനത്തിലൂടെ ആണ് നമുക്ക് ആനന്ദമയ കോശത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, യോഗവിദ്യകളിലൊക്കെ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഈ ആനന്ദമയ കോശത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പോൾ ആനന്ദമയ കോശം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ സമാധിയുടെ അവസ്ഥയാണ്. അതായത് മറ്റുള്ള എല്ലാ ദ്വന്ദ്ങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് പരമമായ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ അംശത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളെല്ലാം ഈ പ്രാപഞ്ചികമായ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അംശം തന്നെയാണ്. അതിൻ്റെ അംശമായിട്ടിരിക്കുന്ന നമ്മൾ ആ അംശത്തെ, അല്ലെങ്കിൽ ആ അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സിനെ നമ്മുടെ ഉള്ളിൽ അനുഭവിച്ചറിയുന്ന ഏരിയയാണ് നമ്മുടെ ആനന്ദമയ കോശം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആനന്ദമയ കോശത്തിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കുക എന്നുള്ളതാണ് കുണ്ടലിനി യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുണ്ടലിനി യോഗം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളിൽ ഈ പറഞ്ഞ ഇവരുടെ 4 മേഖലകളെയും നമ്മൾ എടുത്ത് പരിശോധിച്ച് ആ 4 മേഖലകളെയും ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ 4 മേഖലകളിലും ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മൾ അവരെ ആനന്ദമയ കോശത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കുണ്ടലിനി യോഗത്തിൻ്റെയും കുണ്ടലിനി ദീക്ഷയുടെയും ഒക്കെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതിലേക്ക് എത്തിച്ചേരുവാനായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം യാഷ. Yasha Living
synchronizing the art, tactics, and spirituality.